ഇതേ ഹോമിയോപതി പഠിച്ച് ഹോമിയോപതി മനസ്സിലായിട്ടില്ല. അത് ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. ഓക്കെ, ഏതായാലും അദ്ദേഹത്തെ ഒന്ന് മ്യൂട്ട് ചെയ്യും. ഇത് ബാക്കിയുള്ള ആളുകൾക്ക് സംസാരിക്കാൻ അവസരം തരുന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ബേബിയുടെ ചോദിച്ചില്ലേ ഞാൻ ഉടനെ അങ്ങ് മാറ്റി കൊടുക്കാം. അശാസ്ത്രീയമായിട്ടുള്ള ഒരു ചികിത്സ നടത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചികിത്സ നടത്തിയ അല്ലെങ്കിൽ ഈ ചികിത്സ നടത്താൻ നിർബന്ധിച്ച അക്യൂപങ്ചറിസ്റ്റ് സ്വാഭാവികമായും പ്രതിക്കൂട്ടിലാവും. അത് നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ? ഇതൊക്കെ വളരെ കോമൺ സെൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 64 പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിട്ടുള്ളത്. ഇത്രയും വലിയ സംഖ്യ മരിച്ചത് മുഴുവൻ ശാസ്ത്രീയ ചികിത്സ നൽകിയിട്ടാണ് എന്ന് വളരെ കൃത്യമായ കണക്ക് പുറത്തു വരുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കുട്ടിയായാലും മുതിർന്നവരാരായാലും ഇവരൊക്കെ മരിക്കുന്നത് രോഗം കൊണ്ടല്ല സമയമായിട്ടാണ് എന്നാണ് പൊതുവെ മതവിശ്വാസികൾ മനസ്സിലാക്കി വരുന്നത്. അങ്ങനെ വരുമ്പോ ഞാൻ ഈ 64 പേര് മരിച്ചത് ശാസ്ത്രീയ ചികിത്സ കൊണ്ട് പിഴവാണെന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ സമയമായി മരിച്ചു. ശാസ്ത്രീയ ചികിത്സ നൽകിയിരുന്നെങ്കിൽ ആ മരണം ഒഴിവാക്കാൻ കഴിയുമെന്ന അഭിപ്രായമാണ് ഇവിടുത്തെ വിഷയം. ഇത് വെറും വേസ്റ്റ്. അങ്ങനെയാണെങ്കിൽ 64 പേര് മരണം ഒഴിവാക്കാൻ സാധിക്കണമായിരുന്നു. അങ്ങനെ ഒഴിവാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ പറഞ്ഞ ന്യായമാണ്. നിങ്ങൾ എന്ത് വിവരക്കാനാണ് ഈ പറയുന്നത്? ഷുഹൈബ് റിയാലു, എനിക്ക് ആ ഒരു വരിയിൽ ഒരു പ്രശ്നമുണ്ട്. സമയമാകുമ്പോൾ എല്ലാവരും മരിക്കും. അതിപ്പോ ഏത് ചികിത്സ കിട്ടിയാലും ചികിത്സ കിട്ടിയില്ലെങ്കിലും മരിക്കും. അങ്ങനെയാണോ പറയുന്നത്? അപ്പൊ പിന്നെ അതനുസരിച്ച് മുന്നോട്ട് മരണം ഒഴിവാക്കാൻ കഴിയുന്ന ചികിത്സയുണ്ടോ? നിങ്ങൾ കാണിച്ചാൽ കഴിയോ? ഇന്ന് ചികിത്സ കൊണ്ട് മരണം ഒഴിവാക്കാൻ കഴിയോ? രാവിലെ പരസ്പരമൊന്നും ഇല്ലാത്ത ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത്. ചികിത്സ നൽകിയില്ലെങ്കിലും സമയമാകുമ്പോൾ മരിക്കും എങ്കിൽ പിന്നെ ചികിത്സയുടെ ആവശ്യമില്ലല്ലോ. താങ്കളടക്കം ഈ അക്യൂപങ്ചർ ചികിത്സ പോലും നടത്തേണ്ട കാര്യമില്ല. അങ്ങനെ തന്നെ സമയമായില്ലെങ്കിൽ ആരും മരിക്കില്ലല്ലോ. ചികിത്സ എന്തിനാണ്? ചികിത്സ എന്തിനാണ്? ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ സുഖപ്പെടാൻ ചികിത്സ. മരണം ഒഴിവാക്കാൻ ചികിത്സ കൊണ്ട് സാധിക്കില്ല എന്നുള്ള സത്യം നമുക്കത് എങ്ങനെ ന്യായീകരിക്കാം? നമുക്കറിയാം മൈക്കിൾ ജാക്സൺ എത്രത്തോളം പണം ചെലവഴിച്ചുകൊണ്ട് മരണം ഒഴിവാക്കാൻ 150 കൊല്ലം ജീവിക്കാൻ ശ്രമിച്ച ലോക പ്രശസ്തനായ പേഴ്സണാലിറ്റിയാണ്. ചികിത്സ ലഭിക്കാത്തതിന്റെ കുഴപ്പം കൊണ്ടാണോ മൈക്കിൾ ജാക്സൺ മരണപ്പെട്ടത്? താങ്കൾ ഈ അവകാശപ്പെടുന്ന അക്യൂപങ്ചർ അത് ഏത് നാട്ടിൽ നിന്ന് വന്നതാണ്? എങ്ങനെയാണ് ചൈനയിൽ ഒരു അക്യൂപങ്ചറിസ്റ്റ് ആകണമെങ്കിലുള്ള മാനദണ്ഡം എന്താണ്? താങ്കൾക്ക് അറിയാമല്ലോ. താങ്കൾ അതൊന്ന് പറയാമോ? ഏത് നേരത്താണാവോ? നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നത്. ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് ഇന്ത്യൻ നിയമം വേറെയാണ്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. 2024 ജസ്റ്റിസ് രാമചന്ദ്രൻ അവർകൾ അദ്ദേഹം കേരള ഹൈക്കോടതി ഉത്തരവിട്ടു. കേരളത്തിൽ അക്യുപഞ്ചർ ചികിത്സകർ ഒട്ടേറെയുണ്ട്. ഇവർക്ക് ഒരു കൃത്യമായ റെഗുലേഷൻ ഏർപ്പാട് ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം ഉത്തരവിടുകയും നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കൂട്ടിച്ചേർത്ത് പറയലേ നാട്ടുകാർ തെറ്റിദ്ധരിക്കും. നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ ഷോയിൽ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ ഒരു ഉത്തരവ് ഇവിടെ ഇല്ല. അങ്ങനെ ഒരു ഉത്തരവും ഇല്ല. താങ്കൾക്ക് ആ ഉത്തരവിന് ഒരു കോപ്പിയും കാണിക്കാൻ പറ്റില്ല. ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് വേണമെന്ന് ആരോഗ്യ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ മെഡിക്കൽ കൗൺസിലിന്റെ ഉത്തരവുണ്ട്. ആ ക്വാളിഫിക്കേഷൻ എന്താണ്? ഇനി ഇന്ത്യയിലെ ക്വാളിഫിക്കേഷൻ എന്താണ്? MBBSന്റെ ക്വാളിഫിക്കേഷൻ നിർവചനമുണ്ട്. ഇതേപോലെ എന്റെ അമ്മയെ നാട്ടിച്ച് ഹോമിയോ, സിദ്ധോ, നാച്ചുറോപ്പതി എല്ലാ ചികിത്സ കൃത്യമായ അതത് കൗൺസിൽ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. എങ്ങനെ താൻ ഇത് ഏത് ലോകത്താ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഷിഹാബ് റിയാലും കാടടച്ച് വെടിവെച്ചാലൊന്നും കണ്ണടച്ചിരുട്ടാക്കിയാലൊന്നും അത് ഇരുട്ടാവില്ല. ഷിഹാബ് റിയാലും ശരി, താങ്കൾ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയാം. അതായത് എന്ത് പറഞ്ഞാലും ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമല്ല. താങ്കളുടെ കയ്യിൽ ഉത്തരമില്ല. ഒന്നില്ലെങ്കിൽ ചൈന അന്വേഷിക്കാൻ പറയും. ചൈനയുടെ കാര്യം ചോദിക്കുമ്പോൾ താങ്കൾ പറയും ഇന്ത്യയിൽ പരിശോധിക്കാൻ പറയും. ഇന്ത്യയിലെ കാര്യം പറയുമ്പോൾ താങ്കൾ പറയും ചൈനയിൽ പോകാൻ പറയും. താങ്കൾ ഉത്തരം പറയുന്നില്ല. ഷിഹാബ് റിയാലും താങ്കൾ ഉത്തരം പറയില്ല. എനിക്ക് ഒന്ന് പ്രേക്ഷകരോട് പറയൂ. 1000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ നിന്ന് വന്ന അക്യൂപങ്ചർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളടക്കമുള്ള പറയുന്ന അക്യൂപങ്ചർ ചൈനയിൽ ചികിത്സിക്കണമെങ്കിൽ എത്ര വർഷത്തെ പഠനം വേണം? എത്ര ക്വാളിഫിക്കേഷൻ വേണം? എത്ര ലൈസൻസ് വേണം എന്നെങ്കിലും ഒന്ന് പറയൂ. ഒന്ന് പ്രേക്ഷകർ കേട്ടോട്ടെ. നോക്കൂ, നമ്മൾ ചൈനയിൽ ജീവിക്കുന്നവരല്ല. ചൈനയിലെ കറൻസിയോ പാലിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഇന്ത്യയിൽ പാലിക്കുന്നുണ്ടോ? നിങ്ങൾ ഇന്ത്യയിൽ അത് പാലിക്കുന്നുണ്ടോ?
പരിശോധിക്കുകയും അന്വേഷിക്കുകയും അതിന് ഇന്ത്യൻ ഗവൺമെന്റും കേരള ഹൈക്കോടതി ഉത്തരവുകളും നിങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യൻ ഗവൺമെന്റ് ഏത് ഇന്ത്യൻ ഗവൺമെന്റാണ് നിങ്ങൾ ഏത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കാര്യമാണ് പറയുന്നത്? 2 മാസം കൊണ്ട് അക്യുപങ്ചർ കോഴ്സ് പഠിച്ച് വീട്ടിൽ പ്രസവം എടുക്കും. ശ്രീ ശിഹാബ് റിയാദ് അട്ടർ നോൺസെൻസ് ആണ്. അട്ടർ നോൺസെൻസ്. ഇതൊരു അട്ടർ നോൺസെൻസ്. 2 മാസം കൊണ്ട് അക്യുപങ്ചർ കോഴ്സ് പഠിച്ചിട്ട് ചികിത്സിക്കാമെന്ന് ഏത് ഇന്ത്യൻ ഗവൺമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്? വെറുതെ വിഡിത്തം പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കല്ലേ. എന്നെ ഹനുമാനിലായിരുന്നു എല്ലാരും വിളിച്ചിരുന്നത്. ഈ മോന്ത കണ്ടിട്ടാ ചാട്ടം കണ്ടിട്ട് ഏത് ഇന്ത്യൻ ഗവൺമെന്റ് ആണ്? ഏത് ഉത്തരവിനകത്താണുള്ളത്? ആഴ്ച കൊണ്ടോ 2 മാസം കൊണ്ടോ കേരളത്തിൽ ആരും അക്യുപഞ്ചർ പഠിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എത്ര വർഷം പഠിക്കുന്നുണ്ട്? ഒട്ടേറെ അസോസിയേഷനുകളുണ്ട്. ഇവരൊക്കെ തന്നെ നമ്മള് കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ചിട്ടുള്ള കാലയളവിൽ കൃത്യമായ പഠനം നൽകിയത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ എത്ര പഠിപ്പിച്ചാലും അത് കപടശാസ്ത്രമാണ്. നമ്മുടെ ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ച് ഹൈക്കോടതി ഉത്തരവില്ല. അങ്ങനെ ഒരു ഉത്തരവില്ല. തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങനെ ഒരു ഉത്തരവില്ല. ശിഹാബ് റിയാദ് അങ്ങനെ ഒരു ഉത്തരവില്ല. അതേത് ഉത്തരവാണ്? താങ്കളത് ഏത് ഉത്തരവ്? അങ്ങനെ ഒരു ഉത്തരവില്ല. ഹൈക്കോടതിയിൽ വന്നപ്പോൾ അങ്ങനെ ഒരു ഉത്തരവില്ല. ഉത്തരവിറക്കിയിട്ടുണ്ട്. താൻ എന്നെ കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ? കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാ ഒക്കെ ഇപ്പൊ പറയണം. പരിശോധിക്കാതെ ഇല്ല. അങ്ങനെ ഒരു ഉത്തരവില്ല. കാര്യങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഉത്തരവുമില്ല. അങ്ങനെ ഒരു ഉത്തരവുമില്ല. കൃത്യമായ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ അക്യുപങ്ചർ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്ന് ഇതുവരെ വന്ന മാറ്റങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു കാലാവധി ശരി, ഞാൻ തിരിച്ചു വരാം. എല്ലാ കൃത്യമായിട്ടുള്ള പോയിന്റുകളെ താങ്കൾ എന്തൊക്കെയോ പറഞ്ഞു മുന്നോട്ട് കൊണ്ട് ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്. താങ്കൾക്ക് ശ്രീ ആരിഫ് ഹുസൈൻ ഈ 5 വർഷമെങ്കിലും മിനിമം ബാച്ചിലേഴ്സ് ഡിഗ്രി മിനിമം എങ്കിലും എടുത്താലേ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചോദിക്കുമ്പോൾ ചൈനയിലല്ലല്ലോ നമ്മൾ ഇന്ത്യയിലല്ലേ എന്ന് ചോദിക്കും. ഇപ്പൊ പറഞ്ഞ ഹൈക്കോടതി ഉത്തരവ് അങ്ങനെ ഒരു കാര്യം നിലവിലില്ല. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇതിനുള്ള ഉത്തരം ഞാൻ പറയാം. നിങ്ങള് ഇവിടെ ഇപ്പൊ ഇന്ന് സംസാരിക്കുന്നത് ഇപ്പൊ എന്നോട് ഇന്ന് സംസാരിക്കുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച ഹോമിയോപ്പതി എന്ന് പറയുന്ന ആ ചികിത്സാ വിഭാഗം അതൊരു കപടശാസ്ത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒരു 5-8 വർഷം മുന്നേ അത് ഉപേക്ഷിച്ചിട്ട് അതിന്റെ പ്രശ്നം എന്താണെന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്യുകയും അത് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ആ സംഗതി പഠിക്കാൻ പറ്റും. BHMS എന്ന് പറയുന്ന സംഗതി കപടശാസ്ത്രമാണ്. ആയുഷ് എന്ന് പറയുന്ന സാധനം തന്നെ ഒരു കപടശാസ്ത്രമാണ്. അതിലേക്ക് ആര് പോകരുത് എന്ന് വിദ്യാർത്ഥികളെ ഇവിടെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനം. അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. നിങ്ങൾ എത്രയൊക്കെ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ഈ പറയുന്ന കപടശാസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്ന സാധനം തന്നെയാണ് ഈ അക്യുപങ്ചർ എന്ന് പറയുന്നത്. കാരണം ഈ അക്യുപങ്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ഇനിയിപ്പോ ചൈനയിൽ അവിടെ 10 വർഷം ഇരുന്ന് തലകുത്തിന്ന് പഠിച്ചെന്ന് പറഞ്ഞാലും അത് കപടശാസ്ത്രമാണ്. കപടശാസ്ത്രം എന്ന് പറഞ്ഞാൽ സ്യൂഡോ സയൻസ്. അത് ശാസ്ത്രമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നിൽക്കും. എന്നാൽ അതിനകത്ത് യാതൊരു തെളിവുകളും ഇല്ല. അത് ഫലിക്കുമെന്നുള്ളതിന് ഒരു തെളിവും ഇല്ലാത്ത സാധനമാണ് കപടശാസ്ത്രം എന്ന് പറയുന്നത്. അക്യുപങ്ചർ, അക്യുപ്രഷർ എന്നൊക്കെ പല പേരിലും അറിയപ്പെടുന്ന പല പല സാധനങ്ങളുണ്ട്. ഒക്കെ ഒരേ സാധനത്തിന്റെ ബാക്കി പത്രങ്ങളാണ്. എന്തൊക്കെയായാലും ആ സാധനത്തിന് ശാസ്ത്രീയമായിട്ട് ഒരു അടിത്തറയും ഇല്ല. 0 ആണ് അടിത്തറ എന്ന് പറയുന്നത്. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. ഇവിടെ പറയുന്നു ഈ സംഗതി ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ കേട്ടൊരു കാര്യം എന്ന് പറയുന്നത് സമയമായാൽ മരിക്കുമെന്നാണ് പറയുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അക്യുപങ്ചറായിട്ട് നടക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നാൽ പിന്നെ അക്യുപങ്ചറിന്റെ ആവശ്യമില്ലല്ലോ. ആർക്കെങ്കിലും മഞ്ഞപ്പിത്തൊക്കെ വരുമ്പോൾ അങ്ങ് മാറ്റി വെക്കുക, പായ വിരിച്ച് അവിടെ കിടത്തുക. സമയമാകുമ്പോൾ അവർ ജീവിക്കുക, എഴുന്നേക്കുക, എണീറ്റ് ഓടുക, മരിക്കുക, എന്തുവേണേലും ചെയ്യട്ടെ. ചൈനയിൽ നിങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. 1000-കണക്കിന് വർഷമായിട്ട് അവിടെ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ചൈനയിലെ ഒരു ചരിത്രം നിങ്ങൾ എടുക്കുക. അവിടുത്തെ ഒരു 1930-കളിൽ 40-കളിൽ അവിടെയുള്ള ആളുകൾ ഈ പറയുന്ന അക്യുപങ്ചർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തലയും കുത്തി നിന്നിരുന്ന സമയത്ത് അവരുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 30 വയസ്സ് 40 വയസ്സാണ്. എന്ന് വെച്ചാൽ അവിടെ പട്ടിണിയും ഈ അസുഖങ്ങളും വന്നിട്ട് ആളുകൾ മരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ചികിത്സയൊന്നും അവിടെ ഫലിച്ചിട്ടില്ല. റിയാലു ഒന്ന് കേൾക്കൂ. ഓക്കെ, റിയാലു കേൾക്കൂ. എന്താണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ്
പരിപാടിയൊന്നും വേണ്ട. ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ് തൊട്ടി. ഇന്നിപ്പോ നിങ്ങൾ ചൈനയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞത് വർദ്ധിച്ചിട്ടുണ്ട്. അത് ആഗോളതലത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതിനെന്താ കാരണം? അതിന് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ ശാസ്ത്രീയമായിട്ടുള്ള വളരെ വിലപ്പെട്ട തരം പലതരം മുന്നേറ്റങ്ങൾ തന്നെയാണ്. അതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സ്, അതുപോലെയുള്ള മറ്റു ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല മരുന്നുകളുടെ ആവിർഭാവം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സംഭവിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആ പറയുന്ന ആ ആയുർവേദമായാലും ഈ പറയുന്ന അക്യുപങ്ചർ ആയാലും ഹോമിയോപ്പതി ആയാലും അതിനൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അദ്ദേഹത്തെ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഇദ്ദേഹം പറയുന്ന സമയത്ത് നമ്മൾ ആരും സംസാരിച്ചിട്ടില്ല. ഒരു മണിക്കൂർ സംസാരിച്ചാലൊന്നും ഈ വിഷയം ഇത് വേറെ ആരും സംസാരിക്കരുതെന്ന് പറഞ്ഞെങ്ങനെ ശരിയാവാ? നിങ്ങളുടെ അക്യുപങ്ചർ ഒരു മണ്ണാങ്കട്ടയാണ്, അത് കപടശാസ്ത്രമാണ്. ഇതേ ഹോമിയോപതി പഠിച്ച് ഹോമിയോപതി മനസ്സിലായിട്ടില്ല. അത് ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. ഓക്കെ, ഏതായാലും അദ്ദേഹത്തെ ഒന്ന് മ്യൂട്ട് ചെയ്യും. ഇത് ബാക്കിയുള്ള ആളുകൾക്ക് സംസാരിക്കാൻ അവസരം തരുന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ശരി, ഇതൊരു സൂം കണക്ഷൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ മ്യൂട്ട് ചെയ്യാൻ പറ്റുക. ആരിഫ് ഹുസൈൻ സംസാരിക്കട്ടെ. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അക്യുപങ്ചർ എന്ന് പറയുന്നത് അതൊരു കപടശാസ്ത്രമാണ്. ചൈനയിൽ അക്യുപങ്ചർ മാത്രം ഉണ്ടായിരുന്ന കാലത്തും ആളുകൾ ചത്തു വീഴുമായിരുന്നു. പിന്നെ അതിനുശേഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അവിടെ ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആധുനിക വൈദ്യത്തിന്റെ ബലത്തിൽ തന്നെയാണ്. ഇത് വലിയ പൊല്ലാപ്പായല്ലോ. എന്തെങ്കിലും എനിക്ക് ചോദിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. ശ്രീ ശിഹാബ് റിയാൽ, ഒരു ചർച്ചയിലും മര്യാദ കാണിക്കണം. ഇത്രയും സമയം ഞാൻ താങ്കൾക്ക് തന്നു, മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള സമയം കൊടുക്കാനുള്ള മര്യാദ താങ്കൾ കാണിച്ചേ പറ്റുള്ളൂ. താങ്കൾക്ക് സംസാരിക്കാൻ സമയം തരണം, ഏകപക്ഷീയമാകരുത് എന്നുകൂടി താങ്കൾ ചർച്ചയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്നു. അത് മറ്റുള്ളവർക്കും വാദമാണ്. അവരും വെറുതെ വന്നിരിക്കുന്നില്ലല്ലോ, അവർക്കും പറയാനുണ്ടല്ലോ കാര്യങ്ങൾ. ഒരു മര്യാദ വേണ്ടേ? ഇതിനകത്ത് കുറ്റവാളികളാകുന്നത് ഇതെല്ലാം അറിഞ്ഞിട്ടും ഇതിന്റെ പിറകെ പോകുന്ന രക്ഷിതാക്കളാണോ, ഒന്നും ചെയ്യാത്ത സർക്കാരാണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് വ്യക്തികൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. കാരണം അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഇവിടെ വസൂരി വന്ന് മരിക്കില്ലായിരുന്നു. അപ്പോൾ വസൂരി കൊണ്ടൊക്കെ നമ്മൾ മരിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് നമ്മൾ വസൂരി കൊണ്ട് മരിക്കാത്തൊരു കാലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വാക്സിനേഷൻ വഴിയാണ് നമുക്കത് കിട്ടുന്നത്. 100% ഞാൻ യോജിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തി ഇത് അതിനുള്ളൊരു പോംവഴിയാണ് എന്ന് കണ്ടെത്തിയ ആളുകൾ ഇത് ലോകത്ത് പ്രചരിപ്പിക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ ജനങ്ങൾ ആരുടെ കീഴിലാണോ വരുന്നത് അത് ഗവൺമെന്റ് കീഴിലാവുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു ബാധ്യതയായിട്ട് മാറുകയാണ് ഇത് അവരിലേക്ക് എത്തിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഈ സംഗതി ഇവരിലേക്ക് എത്തിക്കുന്നത്. മുതലാളിയുടെ തലയിലാണല്ലോ വീഴുന്നത്. അതെ, പ്രതിമ എന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടാ. ഭക്ഷണത്തിന്റെ കാര്യം, ഇപ്പൊ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ ആ കുട്ടിയുടെ ആ ജനന സമയത്തുള്ള അബ്ഗാർ സ്കോർ എടുക്കുന്നത് മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് പല കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് ആ കുട്ടിയുടെ ഓരോ ഇൻഡെക്സും നമ്മൾ മാർക്ക് ചെയ്തു പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നമ്മുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഈ പറയുന്ന അംഗൻവാടികളായാലും മറ്റു പല മേഖലകളിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അത് ശരിയാ. ഇവിടെ നമ്മൾ കാണുന്ന എന്താണ്? ഇതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് ഒരു കുട്ടി ജനിച്ചു വീണ് കഴിയുമ്പോൾ അത് നമ്മുടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിക്ക് തേനും പാലും കൊടുത്ത് അതല്ലെങ്കിൽ വല്ല ഇതുപോലെ ഒട്ടകമൂത്രമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ട് ആ കുട്ടിക്ക് കൊലയ്ക്ക് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. ഇവിടെ മഞ്ഞപ്പിത്തം കൊണ്ട് മരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞു 64 പേര് മരിക്കുന്നു, അവരൊക്കെ എങ്ങനെയാണ് മരിച്ചതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതെന്താ ചോദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഗതിയെ കാണേണ്ടതിന്റെ ഒരു അടിസ്ഥാന ജ്ഞാനമില്ലാത്തതിന്റെ കുഴപ്പമാണ്. എന്റെ പൊന്നിയടത്തി ഇവളെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിക്കല്ലേ, നമ്മൾ ജീവിതം മറുത്തു. ഈ പറയുന്ന പണ്ടുണ്ടായിരുന്ന സാധനത്തിൽ നിന്നൊക്കെ തന്നെയാണ് പലതും നമ്മൾ ഇന്ന് ആധുനിക വൈദ്യത്തിന്റെ തെളിവുകളോട് കൂടി അത് അപ്ലൈ ചെയ്യുന്നത്. ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ സൈഡ് എഫക്ട്സ് കുറയ്ക്കുന്നു, അതിന്റെ എഫിക്കസി കൂട്ടുന്നു, ബെറ്റർ മോളിക്യൂൾസ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതൊരു ബേസ് ആയിട്ട് എടുത്തുകൊണ്ട് അതിന്റെ മുകളിലേക്ക് മറ്റു പുതിയ മോളിക്യൂൾസ് കണ്ടെത്തുന്നു. പക്ഷേ ഒറ്റയടിക്ക് ആൾട്ടർനേറ്റ് മെഡിസിനുകളെ പരിപൂർണമായിട്ടും നിരോധിക്കണം എന്നുള്ളൊരു നിലപാട് അത് നടക്കുമോ എന്നുള്ള അത് പ്രാക്ടിക്കലാണോ? അത് മറ്റു ലോകരാജ്യങ്ങളിൽ അത് നടപ്പാകുന്ന കാര്യമല്ല. അങ്ങനെ നടപ്പാക്കിയിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ ആണ്. അതിന്റെ വക്താവാണ് ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇടപെടരുത്. ഇത് താങ്കൾ പറയുന്നത് അതിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാദമല്ല, അത് വേറെന്തോ ആണ്. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഈ അക്യുപങ്ചർ സയൻസ് അസോസിയേഷൻ നിങ്ങൾ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ആൾക്കാരെണ്ണം ക്രമമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീ ഷുഹൈബ് റിയാലു രംഗബോധമില്ലാത്ത കോമാളി നിന്നെ ഞാൻ അക്യുപങ്ചർ സയൻസ് അസോസിയേഷനും നിങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ? അക്യുപങ്ചർ ചികിത്സ ഉപയോഗപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം കേൾക്കുന്നില്ല. അക്യുപങ്ചർ സയൻസ് അസോസിയേഷനുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലാത്തത് എന്തുകൊണ്ടാണ്? ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, പുള്ളി വേറെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി?
റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അക്യുപഞ്ചർ സയൻസ് അസോസിയേഷൻ ഈ അദ്ദേഹം പറയുന്ന ഈ അസോസിയേഷൻ അംഗീകരിക്കുന്ന സൂചി പോലുമില്ല. എടുത്തപ്പോ ഞാൻ ശരിയാക്കി തരാം. ഒരു സൂചി എടുത്തപ്പോ ഞാൻ ശരിയാക്കി തരാം. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ചികിത്സയ്ക്ക് അപ്പുറത്തേക്ക് കുറച്ചുകൂടെ പ്രഭാഷണം കൊണ്ട് ചികിത്സിക്കുന്ന ഒരു തരത്തിലാണ്. അത് അക്യുപഞ്ചർ അല്ല ശ്രീ ഷുഹൈബ് റിയാദ്. മാവനെ കൊണ്ട് അതിനൊന്നും ആവൂലെന്നേ.